സിക്സ് സെം ഓൺലൈൻ ട്യൂഷൻ്റെ 20ാമത്തെ ദിവസത്തെ ക്ലാസ് ആണിന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അടുത്ത നമ്മുടെ 3ാമത്തെ സബ്ജക്റ്റ്. ഓൾറെഡി നമ്മൾ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് 1ൻ്റെ ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. മെൻ്റൽ ഹെൽത്ത് നഴ്സിങ്ങിന് ഒരുപാട് ചാപ്റ്ററുകൾ ഉള്ളതുകൊണ്ടും ഓരോ ചാപ്റ്റേഴ്സും ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ആയതുകൊണ്ടും നമ്മൾ 4 യൂണിറ്റുകൾ ഒരുമിച്ച് പഠിച്ചു. അതായത് ആദ്യത്തെ മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് 1ൻ്റെ 4 യൂണിറ്റ്സ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 3ാമത്തെ ദിവസത്തെ എക്സാം. ആദ്യമായിട്ടാണ് നിങ്ങളുടെ സെമസ്റ്റർ എക്സാം തുടങ്ങിയതിന് ശേഷം നിങ്ങൾ 3 പേപ്പറുകളുള്ള ഒരു സെം പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 5 സെം വരെയും ഫസ്റ്റ് സെം മുതൽ 5ാമത്തെ സെം വരെയും നിങ്ങൾ 2 ദിവസത്തെ എക്സാമാണ് യൂണിവേഴ്സിറ്റി എക്സാമിന് എഴുതിക്കൊണ്ടിരുന്നത്. ഇവിടെ 6th സെമ്മിന് നിങ്ങൾ മൂന്നാമത് ഒരു സബ്ജക്റ്റ് കൂടെ, അതായത് 3 ദിവസത്തെ എക്സാം അവിടെ എഴുതുന്നുണ്ട്. 75 മാർക്കിൻ്റെ 3ാമത്തെ ദിവസത്തെ എക്സാം, ദാറ്റ് ഈസ് നഴ്സിംഗ് മാനേജ്മെൻറ്റ് ആൻഡ് ലീഡർഷിപ്പ്. ഒരു സ്പെഷ്യാലിറ്റി സബ്ജക്റ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. കാരണം പണ്ട് 15 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള നഴ്സിംഗിൽ ഇല്ലാതിരുന്നതും MSc പഠിക്കുന്നവർക്ക് മാത്രം ഉണ്ടായിരുന്നതുമായ ചില സബ്ജക്ട്സ് ആണ് ഈ നഴ്സിംഗ് എഡ്യൂക്കേഷൻ, നഴ്സിംഗ് മാനേജ്മെൻറ്റ്, പിന്നെ റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇവ 3. അതുപോലെ ഈ മാനേജ്മെൻറ്റ് ആൻഡ് ലീഡർഷിപ്പിൽ നമ്മൾ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനും കൂടെ കമ്പൈൻ ചെയ്താണ് പഠിക്കുന്നത്. അപ്പോൾ ഈ സബ്ജക്ട്സുകളൊന്നും നമുക്ക് നമ്മുടെ BScയിൽ പഠിക്കാനില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം അറിഞ്ഞിരിക്കണം BScക്കാരും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണിത്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ നഴ്സിംഗ് എഡ്യൂക്കേഷൻ വരെ തന്നെ നമുക്കൊരിത്തിരി ബോറടിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, അത്ര ഒരു ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി തോന്നാത്തൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഷുഡ് ബി കോഷ്യസ് വൈൽ റീഡിങ്. നമുക്ക് കഥകളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. എക്സാക്റ്റ് ഹെഡിങ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ പോയിന്റ്സുകളാണ് അവിടെ വരുന്നത്, അത് മനസ്സിലാക്കി തന്നെ പഠിക്കണം. അതുപോലെ നല്ല ഉത്സാഹത്തോടെ ഇരുന്ന് പഠിച്ചാൽ മാത്രമേ ഇത് നമുക്ക് മനസ്സിലാകത്തും ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. 18 ചാപ്റ്റേഴ്സാണ്. 18 ചാപ്റ്റേഴ്സാണ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാനുള്ളത്. എല്ലാ ചാപ്റ്റേഴ്സും ലെങ്തി ആയിട്ട് ഉള്ളതുമാണ്. അപ്പം ഞാൻ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു ഏതൊക്കെ ബുക്സുകളാണ് നല്ല ബുക്സുകളുള്ളതെന്ന്. അപ്പം നമുക്ക് പണ്ട് കാലം മുതലേ ഫേമസ് ആയിട്ട് യൂസ് ചെയ്യുന്ന മാനേജ്മെൻറ്റ് ആൻഡ് ലീഡർഷിപ്പിൻ്റെ ബുക്കാണ് ഐ ക്ലെമൻറ്റിൻ്റെ ബുക്ക്. നല്ല ബുക്കാണ്, നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഒപ്പം ഇപ്പോൾ ഒരുപാട് പുതിയ പബ്ലിക്കേഷൻസിൻ്റെ ബുക്കൊക്കെ വരുന്നുണ്ട്. അതിൽ ഏറ്റവും നല്ലൊരു ബുക്കാണ് ബബിത കെ ദേവു എന്ന് പറയുന്ന ഒരു മാമിൻ്റെ ബുക്കുണ്ട്. ആ ബുക്സും നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ വാങ്ങാം. ഇല്ല എങ്കിൽ ഐ ക്ലെമൻറ്റ്, കാരണം ബബിത കെ ദേവുവിൻ്റെ ബുക്ക് വെച്ചിട്ടാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ഒപ്പം നിങ്ങൾക്ക് ഐ ക്ലെമൻറ്റും കൂടെ കമ്പൈൻ ചെയ്താണ് പഠിപ്പിക്കുന്നത്. ഐ ക്ലെമൻറ്റിൽ നിന്നുള്ള നോട്ട്സും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ബുക്സിലാവുമ്പോൾ നിങ്ങൾക്ക് ഒരു കണ്ടൻറ്റും അവിടെ വിട്ടുപോകത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2 ബുക്കും ബേസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ അതിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഹെൽത്ത് കെയർ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് നഴ്സിംഗ് സർവീസസ് ഇൻ ഇന്ത്യ. അതായത് നമ്മുടെ നാട്ടിൽ നഴ്സിംഗ് ഉണ്ടാകാൻ കാരണം എന്താണ്? ആളുകൾക്ക് അസുഖങ്ങൾ ഉണ്ടായി, അവരെ കെയർ ചെയ്യാൻ ആൾക്കാർ വേണമെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? നഴ്സിംഗ് എന്നുള്ള ഒരു പ്രൊഫഷൻ തന്നെ ഡെവലപ്പ് ചെയ്യുന്നത്. സോ ആദ്യം നമുക്ക് ഹെൽത്ത് കെയർ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം ഇൻ ഇന്ത്യ അറിയണം, അല്ലേ? എന്നാലല്ലേ അടുത്ത് നഴ്സിംഗ് എത്രത്തോളം ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ അറിയേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഈ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം ഓഫ് ഇന്ത്യ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ദാറ്റ് ഈസ് ഇൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്, അല്ലേ? കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ 5th സെമ്മിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് 1ൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യയിലെ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം എങ്ങനെയാണ്, സെൻട്രൽ ലെവലിൽ എങ്ങനെയാണ്, സ്റ്റേറ്റ് ലെവലിൽ എങ്ങനെയാണ്, വില്ലേജ് ലെവലിൽ എങ്ങനെയാണ്, സബ് സെൻറ്ററിൽ എങ്ങനെയാണ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൽ എങ്ങനെയാണ്, പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ എങ്ങനെയാണ്, ഇതെല്ലാം നിങ്ങൾ അവിടെ പഠിച്ചതാണ്. അപ്പോൾ അത് ഇവിടെ ഒന്ന് റിവ്യൂ ചെയ്യണമെന്നാണ് ഇവിടെ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി ഇത് പഠിപ്പിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. എക്സാമിനും അധികം ക്വസ്റ്റ്യൻസ് ഇതിനകത്തുനിന്ന് വരാൻ ചാൻസ് ഇല്ല. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് അവർ ഷോർട്ട് ആൻസർ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പോലും നമ്മൾ ഇതെല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് പോകുന്നുണ്ട്. 5ാമത്തെ സെമ്മിൻ്റെ എക്സാം നിങ്ങളിപ്പോൾ റീസെൻ്റായിട്ട് പഠിച്ച് എഴുതിയതാണ്. എന്നാലും നിങ്ങൾ ഈ 6th സെം എഴുതാൻ ഇനിയും 6 മാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ 5ാമത്തെ സെമ്മിൽ പഠിച്ചതൊക്കെ പലതും മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. സോ അവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നോക്കാനുള്ളത് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് നഴ്സിംഗ് സർവീസസ് ആൻഡ് എഡ്യൂക്കേഷൻ അറ്റ് ഗ്ലോബൽ
ആൻഡ് നാഷണൽ സിനാരിയോ. നമ്മുടെ രാജ്യത്തിലും ലോകത്തും ഏതൊക്കെ രീതിയിലുള്ള നഴ്സിംഗ് സർവീസസ് ആണ് പ്ലാൻ ചെയ്യുകയും എന്തൊക്കെയാണ് ഡെവലപ്മെൻറ്റ് നടന്നിട്ടുള്ളത്, അതായത് എന്തൊക്കെ കോഴ്സുകളുണ്ട്, എന്തൊക്കെ കരിയർ ഗ്രോത്ത് ഇന്ന് അതിന് ഉണ്ട്. അതായത് പണ്ട് സ്റ്റാഫ് നേഴ്സ് ആയിരുന്നത് ഇന്ന് സ്റ്റാഫ് നേഴ്സ് ഇല്ല, പകരം അത് എന്തായി മാറി, നഴ്സിംഗ് ഓഫീസർ എന്നുള്ളൊരു പദവിയായി മാറി. അത് കഴിഞ്ഞാൽ സീനിയർ നഴ്സിംഗ് ഓഫീസർ എന്നുള്ളൊരു പദവിയായി മാറി അല്ലെ. അത് കഴിഞ്ഞാൽ അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ട് എന്നും, അത് കഴിഞ്ഞാൽ ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് എന്നും, നഴ്സിംഗ് സൂപ്രണ്ട് എന്നുള്ള പല പൊസിഷൻസ്, അല്ലെങ്കിൽ ചീഫ് നഴ്സിംഗ് ഓഫീസർ, ഇങ്ങനെയുള്ള പല പൊസിഷൻസ് ആയിട്ട് കരിയർ ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഏതൊക്കെ സ്റ്റേജസ്, എന്തൊക്കെ സർവീസസാണ് ഉള്ളത്, ഇന്ത്യയിൽ എന്തൊക്കെയുണ്ട്, നിങ്ങളുടെ ഇവിടുത്തെ ലേണിംഗ് ഔട്ട്കം, നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ ഹെൽത്ത് കെയറിനെ കുറിച്ചും അതിൽ നഴ്സിംഗ് സർവീസസിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചും ഇന്ത്യയിലെ അതിൻ്റെ എഡ്യൂക്കേഷൻ ഓപ്ഷനെ കുറിച്ചും, അതായത് GNM ഓപ്ഷനുണ്ട്, BSc ഓപ്ഷനുണ്ട്, MSc ഓപ്ഷനുണ്ട്, MPhil ഓപ്ഷനുണ്ട്, PhD ഓപ്ഷനുണ്ട് അല്ലെ, അങ്ങനെ പല ഹയർ എഡ്യൂക്കേഷനുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇന്ന് നഴ്സിംഗ് സർവീസസിലും നഴ്സിംഗ് മാനേജ്മെൻറ്റിലും ഉണ്ടാകുന്ന റീസെൻറ്റ് ട്രെൻഡും അതുപോലെ തന്നെ അതിലുണ്ടാകുന്ന ഇഷ്യൂസും എന്തൊക്കെയാണെന്ന് അറിയാം. അപ്പോൾ വളരെ വലിയൊരു ചാപ്റ്ററാണ്, ഒരുപാട് കാര്യങ്ങൾ റീഡ് ചെയ്യാനുണ്ട്. എന്നാൽ നിങ്ങൾക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കാണാതെ പഠിക്കാനില്ല, ജസ്റ്റ് കേട്ട് മനസ്സിലാക്കി പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഒരുപാട് ഡീറ്റെയിൽ ഇവിടെ പറയത്തില്ല, കാരണം നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. അത് സിമ്പിളായിട്ടുള്ള ചാപ്റ്ററുമാണ്, അധികം ക്വസ്റ്റ്യൻസ് വരാത്ത ചാപ്റ്റർ ആയതുകൊണ്ട് ഒരുപാട് സമയം ഇതിന് കൊടുക്കുകയും വേണ്ട. ഇവിടെ നോക്കുക, യൂണിറ്റ് 1 ഹെൽത്ത് കെയർ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് നഴ്സിംഗ് ഇൻ സർവീസസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ് ഹെൽത്ത്, എന്താണ് അഡ്മിനിസ്ട്രേഷൻ, എന്താണ് ഹെൽത്ത് സിസ്റ്റം ഇൻ ഇന്ത്യ, എന്താണ് പഞ്ചായത്തി രാജ്, പിന്നെ ഹെൽത്ത് കെയർ ഡെലിവറി ഇൻ ഇന്ത്യയുടെ അതിൻ്റെ ഏജൻസ് ആരൊക്കെയാണ്, എന്തൊക്കെയാണ് നഴ്സിംഗ് സർവീസസ്, കറണ്ട് ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ നഴ്സിംഗ്, ട്രെൻഡ്സ് ഇൻ നഴ്സിംഗ് റിസർച്ച്, ഇഷ്യൂസ് എഫക്റ്റിംഗ് നഴ്സിംഗ് പ്രാക്ടീസ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു യൂണിറ്റിൻ്റെ ഔട്ട്ലൈൻ വരുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരുപാട് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്, എല്ലാം നിങ്ങൾ കാണാതെ പഠിക്കേണ്ട. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ചാപ്റ്ററിൻ്റെ ഒരു 80% നിങ്ങൾ ഓൾറെഡി 5th സെമ്മിൽ പഠിച്ചതാണ്. നമ്മളൊന്ന് റിവൈസ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇൻട്രൊഡക്ഷൻ. കോൺസ്റ്റിറ്റ്യൂഷണലി every person in India has right to avail health services to protect their fundamental right to be safe and healthy. ഓരോ വ്യക്തിക്കും ഇന്ത്യയിൽ എന്തിനുള്ള അവകാശമുണ്ട്, സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കാനുള്ള അവകാശമുണ്ട്. ദ ഇന്ത്യൻ ഗവൺമെൻറ് ഹാസ് ഡെവലപ്ഡ് മെഷീനറി ആൻഡ് സ്ട്രക്ചേഴ്സ് ഫോർ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ടു പ്രിപ്പയർ, കോർഡിനേറ്റ് and provide healthcare services to the people living in all spheres of the state ministry of health എന്ന് പറഞ്ഞാൽ എന്താണ്, അതിലെന്തൊക്കെയാണ് ഫങ്ഷൻസ് അവർ ചെയ്യുന്നത്, പിന്നെ അത് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ DGHS അല്ലെങ്കിൽ DHS, ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹെൽത്ത് ഡയറക്ടറേറ്റ് എന്താണെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞാൽ അടുത്തപ്പോൾ സെൻട്രലും സ്റ്റേറ്റും കഴിഞ്ഞു, അടുത്ത് ഡിസ്ട്രിക്റ്റ് ആണ്. ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ജില്ലയിൽ മൊത്തത്തിലൊരു CMO അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് ഓഫീസർ ഉണ്ടാകും. പുള്ളിയാണ് ആ ഒരു സംസ്ഥാനത്തിൻ്റെ ഓരോ ജില്ലയുടെയും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഉത്തരവാദി. അപ്പോൾ അതിൽ വർക്ക് ഈസിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ജില്ലയെ തന്നെ സബ് ഡിവിഷൻസ് ആയിട്ടും തഹസിൽസ് അല്ലെങ്കിൽ താലൂക്കുകളായിട്ടും കമ്മ്യൂണിറ്റി ബ്ലോക്കുകളായിട്ടും വില്ലേജുകളായിട്ടും പഞ്ചായത്തുകളായിട്ടും സബ് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അവിടെ നടപ്പിലാക്കാൻ പറ്റുന്നു. അപ്പോൾ ഇത്രയും നമ്മുടെ ഒരു ഫസ്റ്റ് ടോപ്പിക്കാണ്. അത്ര എളുപ്പമൊന്നുമല്ല, എന്നാൽ അധികം ക്വസ്റ്റ്യൻ ഇവിടെ നഴ്സിംഗ് മാനേജ്മെൻറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാത്തത് കൊണ്ട് ചുരുക്കി നിങ്ങളൊന്ന് പഠിച്ചാൽ മാത്രം മതി.